നമസ്കാരം. സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരോട് പൊതുജനങ്ങൾക്ക് ബഹുമാനവും ആദരവും ഒക്കെ ഉണ്ടായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അതൊക്കെ പണ്ട്. ഇപ്പോൾ ഓരോ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങൾ കാണുമ്പോൾ കരയണോ അതോ ചിരിക്കണോ എന്നറിയാത്ത അവസ്ഥയിലാണ് കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾ. മുൻ ചീഫ് സെക്രട്ടറിയും സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനുമായ കെ ജയകുമാർ കവിയും എഴുത്തുകാരനും ഗാനരചയിതാവും വിവർത്തകനും തിരക്കഥാകൃത്തും ഒക്കെയാണ് അദ്ദേഹം. എല്ലാവരും ആദരിക്കുന്ന വളരെ ബഹുമാന്യനായ ഒരു മനുഷ്യൻ. ഇപ്പോൾ IMG ഡയറക്ടറാണ് അദ്ദേഹം. കഴിഞ്ഞ ദിവസം അഖില കേരള ബാലജന സഖ്യം സംഘടിപ്പിച്ച സംസ്ഥാന സിവിൽ സർവീസ് മാർഗനിർദ്ദേശ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യുന്ന വേദിയിൽ പ്രസംഗത്തിനിടയിൽ അദ്ദേഹം ചില സത്യങ്ങൾ പറഞ്ഞു. ക്യാമറ കണ്ണുകൾക്ക് മുന്നിൽ എപ്പോഴും ചിരിച്ചുകൊണ്ട് നിൽക്കണമെന്നും ലൈംലൈറ്റിൽ നിറഞ്ഞു നിൽക്കണമെന്നും കരുതുന്നവർ സിവിൽ സർവീസിലേക്ക് വരരുത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മാത്രമല്ല, സമൂഹ മാധ്യമങ്ങളിൽ ഇടപെടുമ്പോഴും സിവിൽ സർവീസിന്റെ അന്തസ്സ് കാത്തു സൂക്ഷിക്കണമെന്നും സമൂഹ മാധ്യമം എന്നല്ല ഒരു മാധ്യമത്തിന്റെയും വെള്ളി വെളിച്ചത്തിൽ കണ്ണഞ്ചി പോകുന്നവരാകരുത് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തീർച്ചയായും കെ ജയകുമാർ പറഞ്ഞത് കേരളത്തിലെ ജനങ്ങൾ പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങളാണ്. ഉറപ്പായും സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരായ ചിലരെ ഉന്നമിട്ടുകൊണ്ടാണ് അദ്ദേഹം ഇത് പറഞ്ഞതെന്ന് വ്യക്തമാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ മാന്യത കൊണ്ട് അത്തരക്കാരുടെ പേരുകൾ പറഞ്ഞില്ല എന്നുള്ളതാണ്. കേരളം ഞെട്ടിയ സംഭവമായിരുന്നു ശ്രീറാം വെങ്കിട്ടരാമൻ എന്ന IAS ഉദ്യോഗസ്ഥൻ തന്റെ പെൺ സുഹൃത്തുമൊത്ത് അമിത വേഗതയിൽ വാഹനം ഓടിച്ചു വന്ന് തിരുവനന്തപുരം നഗരത്തിന്റെ ഹൃദയഭാഗത്ത് മ്യൂസിയം പോലീസ് സ്റ്റേഷന്റെ വെളിപ്പാടകലെ വെച്ച് KM ബഷീർ എന്ന മാധ്യമ പ്രവർത്തകനെ ഇടിച്ചു കൊലപ്പെടുത്തിയത്. എല്ലാ ഉന്നതന്മാരെയും പോലെ ശ്രീറാം വെങ്കിട്ടരാമനും രക്ഷപ്പെട്ടു. അതുവരെ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെ നീതിയുടെ കാവലാളുകളായാണ് ജനങ്ങൾ കണ്ടിരുന്നത്. എന്നാൽ ഒന്ന് ഇരുട്ടി വെളുത്തപ്പോഴേക്കും ആ ധാരണ മാറിക്കിട്ടി ജനങ്ങൾക്ക്. N പ്രശാന്ത് പരസ്യമായി മേലുദ്യോഗസ്ഥർക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നു എന്നേയുള്ളൂ. പിന്നെയുള്ളത് കണ്ണൂർ ജില്ലാ കളക്ടർ അരുൺ K. വിജയൻ. അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ പറയേണ്ട കാര്യമില്ലല്ലോ. മലയാളികളും അല്ലാത്തവരുമായ എത്രയോ സിവിൽ സർവീസുകാരുണ്ട് സംസ്ഥാനത്ത്. ഹരിത V. കുമാർ, രേണുരാജ്, N പ്രശാന്ത്, PB നൂഹ്, OV ആൽഫ്രഡ്, സാക്ഷി മോഹൻ, ശ്രീധന്യ സുരേഷ്, വിഘ്നേശ്വരി, അദീൽ അബ്ദുള്ള, അനുകുമാരി, അങ്ങനെ എത്രയോ പേർ. അവരിൽ നിന്നൊക്കെ വ്യത്യസ്തയാണ് വിസിൽ MD ആയ ദിവ്യ S. അയ്യർ. ഈയിടെയായി അവർ സമൂഹ മാധ്യമങ്ങളിലൂടെ കാണിച്ചുകൊണ്ടിരിക്കുന്ന കോപ്രായങ്ങൾ കാണുമ്പോൾ പരമപുച്ഛമാണ് തോന്നുന്നത്. പരമപുച്ഛം. ദിവ്യ S. അയ്യരെ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നവരാണ് കേരളത്തിലെ ജനങ്ങൾ. എന്നാൽ ഇപ്പോഴൊന്ന് മാറി. ജനങ്ങൾ എത്ര വിമർശിക്കുന്നോ അതിലും കൂടുതലായി അവർ എന്തിനെയാണോ വിമർശിച്ചത് അത് ആവർത്തിച്ചു കൊണ്ടേയിരിക്കും ദിവ്യ S. അയ്യർ. അവരുടെ ഇപ്പോഴത്തെ പരസ്യ നിലപാടുകളിലും പ്രസ്താവനകളിലും നിന്ന് കാര്യങ്ങൾ ഊഹിക്കാവുന്നതേയുള്ളൂ. 2 ദിവസം മുമ്പ് നടന്നൊരു പൊതുപരിപാടിയിൽ സദസ്സിലിരിക്കുന്ന പെൺകുട്ടികളെ കൊണ്ട് ഏറ്റുപറയിച്ചത് വ്യാപകമായ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരുന്നു ഈ ദിവ്യ S. അയ്യർ. സ്വന്തം ഭർത്താവിനെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയുമാണ് അവർ ഉന്നം വെച്ചതെന്ന് കേൾവിക്കാർക്ക് തോന്നുന്ന തരത്തിലായിരുന്നു ദിവ്യ S. അയ്യരുടെ ആഹ്വാനം. പാട്ടുപാടുകയും പാർട്ടിക്കാരനെ പുകഴ്ത്തുകയും ചെയ്യുന്നതിലൂടെ താൻ സ്വയം ഇകഴ്ത്തിക്കാട്ടുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് അവർ തിരിച്ചറിയുന്നില്ല. കെ ജയകുമാറിനെ പോലെയുള്ള സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ ഇരുന്ന കസേരകളിലാണല്ലോ ഇതുപോലെയുള്ളവരും ഇരിക്കുന്നത് എന്നതാണ് അത്ഭുതം. എന്തായാലും കെ ജയകുമാർ IASന്റെ വാക്കുകൾ കേട്ടെങ്കിലും ചിലർക്ക് ബോധം വീഴട്ടെ, നാണം തോന്നട്ടെ എന്ന് പ്രതീക്ഷിക്കാം.